ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ഒരു മടി, ലേസിനെസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു സ്ഥിതി. ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു മടി, ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചായിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങളുടെ ഓഫീസ് പോണവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വെറുതെ ഓഫീസ് വന്ന് ലീവ് എടുത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോകാൻ വേണ്ടി പോയി, പക്ഷേ ഫുൾ 100% മനസ്സോടെയല്ല നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്ത് കഴിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, എന്താണ് വീട്ടിലത്തെ ദൈനംദിന ചര്യകൾ അതൊക്കെ ചെയ്ത് പിന്നെ ഒരു മൂലയിൽ ചടഞ്ഞുകൂടിയിരിക്കുക. ഓക്കെ, അത് 1-2 ദിവസം ആവുന്നത് ഓക്കെയാണ്. അങ്ങനത്തെ ചില അപ്സ് ആൻഡ് ഡൗൺസ്, എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സുഖമില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് നിരന്തരമായി തുടരുന്നത് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം? മാക്സിമം ഒരു ദിവസം, അതിൽ കൂടുതൽ നമുക്ക് ഈ മൂഡ് വെച്ച് തുടരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി തീരാം. അപ്പോൾ ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മറികടക്കാൻ നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ, ഫുൾ ഓഫ് എനർജി. ഓക്കെ, നമ്മുടെ ജീവിതം ഇങ്ങനെ സെലിബ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. ഓരോ ദിവസവും നമ്മൾ ആഘോഷിക്കണം. ഓരോ ദിവസവും നമ്മൾ ഫുൾ എനർജിയിലായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണ് ഇന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുക? കരഞ്ഞുകൊണ്ടിരിക്കുകയോ അതോ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഉത്സാഹത്തോടു കൂടി, ഓക്കെ, ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്ത് തീർക്കാൻ നോക്കൂ. അപ്പം അതേ എനർജി ലെവൽ, ഓക്കെ, നമ്മുടെ ഓരോ ദിവസവും ഭയങ്കര അമൂല്യമാണ്. നമുക്ക് ഈ ദിവസം ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള ആ ഒരു എനർജിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ഗോൾസ്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതുവരെ ആഗ്രഹങ്ങളില്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് സന്യാസത്തിന് ഇരിക്കാനുള്ളവരല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ നാച്ചുറലാണ്, മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഗോൾ, ഓക്കെ, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം. ഇപ്പം നമ്മൾ ജൂണിലാണ്, അപ്പോൾ ഡിസംബറിനുള്ളിലായിട്ട് നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അതൊരു വീട് വാങ്ങുന്നതായിരിക്കാം, ഒരു കാറ് വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ വല്ല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുട്ടികൾക്ക് വല്ല സ്പോർട്സിൽ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളൊരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് എത്രയും വേഗം നേടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഇത്ര ലക്ഷങ്ങളായിരിക്കണം. അങ്ങനെ എന്ത് ആഗ്രഹം വേണമെങ്കിലും, അല്ലെങ്കിൽ ഇനി ഹെൽത്ത് ഗോൾസും ആവാം. ഓക്കെ, നിങ്ങളുടെ വെയിറ്റ്, ഐഡിയൽ വെയിറ്റ് നിങ്ങളുടെ ഇത്ര വേണം, അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിലായിരിക്കണം, BP കൺട്രോളിലായിരിക്കണം. അങ്ങനെ ഹെൽത്ത് ഗോൾസ് ആയിരിക്കാം. ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണം, ഒരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കണം, അങ്ങനെ. അല്ലെങ്കിൽ ട്രാവൽ ഗോൾസ് ആവാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്താണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ആദ്യത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ എടുക്കുക. ആദ്യത്തെ ഒരു ഗോൾ മാത്രം വെച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗോൾ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനുള്ള ആക്ഷൻ ലിസ്റ്റ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്താൻ എന്താണ്, നിങ്ങൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ പൈസ സേവ് ചെയ്യാം, എവിടെയൊക്കെ എക്സ്പെൻസസ് കട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻകം കൂട്ടാം. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് വൈ, എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്തണം. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്, വല്ല ഹെൽത്ത് എമർജൻസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് കെട്ടാൻ നിങ്ങൾ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട്, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസംബർ ആകുമ്പോഴേക്കും എത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കുക.
ഓക്കെ, ഇതൊക്കെ നമ്മൾ ജേർണലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ പണ്ട് നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ പറഞ്ഞിട്ടുണ്ട് ജേർണലിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചോദിച്ചിരിക്കണം, വൈ. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ഗോൾസ് വായിക്കുമ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എഴുതി വെച്ച ഒരു ഗോൾ എടുക്കുക, അത് വായിക്കുക. ഓക്കെ, രാവിലെയും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്. എന്നിട്ട് അതിനുള്ള വൈ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതി വെച്ച വൈ വായിക്കുക, അല്ലെങ്കിൽ പുതിയ വൈസ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ദിവസം വിട്ടുപോയ ചില പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ വൈ ആയിട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് റിട്ടയർ ചെയ്യണം, അതിന് വേണ്ടി ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ആ വൈ ഒരു 10 എങ്കിലും നിങ്ങൾ എഴുതണം. അത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ വൈ എഴുതുക. എന്തിനാണ് നിങ്ങൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ വൈ എഴുതുന്നത് കൊണ്ട് നമുക്കൊരു റിമൈൻഡറാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിയും. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ജോലികളുടെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു, എന്തുകൊണ്ട് നമ്മൾ എക്സ്പെൻസ് കർട്ടെയിൽ ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നു, ആ വൈ എന്ന് നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇംപ്രിൻ്റ് ആയി കിടക്കും. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് ഉപബോധ മനസ്സ് നമുക്ക് ആ ഗോളിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു കൂട്ടുകാരനെ കാണുന്നു, അയാളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയെ പറ്റി പറയുന്നു, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ പൈസ ഡബിൾ ആകുന്നു. ഓക്കെ, എല്ലാം സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു വളരെ ഇഫക്റ്റീവ് ടെക്നിക്കാണ് ഈ വൈ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഈവൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം എന്ന്. ഓക്കെ, ചെറുതായിരിക്കുമ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കും അല്ലേ, അപ്പോൾ ആ സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാറില്ല. ഫുൾ ഫോഴ്സോടെ ഫുൾ എനർജിയോടെ നമുക്ക് ഇത്ര പോർഷൻ ഇന്ന് കഴിപ്പിക്കണം, രാത്രിയാകുമ്പോഴേക്കും ഇത് കഴിഞ്ഞിരിക്കണം എന്നുള്ള ഒരു പ്ലാനോടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതേ തന്നെയാണ് നമ്മൾ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും അപ്ലൈ ചെയ്യുന്നത്. നമുക്കൊരു ഗോൾ ഉണ്ട്, അതിലേക്കാണ് ഞാൻ എല്ലാ ദിവസവും ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതും. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കണം. ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വായിച്ചിരിക്കണം. ഓക്കെ, ഡെയിലി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് വായിച്ചിരിക്കണം. എന്തെങ്കിലും നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ സ്റ്റെപ്സ് എല്ലാ ദിവസവും കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. അത് വളരെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചടഞ്ഞുകൂടി ഒന്നും ചെയ്യാനില്ല, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, അങ്ങനത്തെ അനാവശ്യ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ഗോൾ സെറ്റിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. ട്രൈ ചെയ്യല്ല, അത് ഹൗസ് വൈഫ് ആയാലും ശരി, ജോലി ചെയ്യുന്നതായാലും ശരി, വയസ്സായാലും ശരി, ഒരു ഗോള് എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോൾ? ഓക്കെ, അത് സ്പിരിച്വൽ ഗോളാവാം, വായിക്കുന്നതിനെ കുറിച്ചാവാം, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഗോളാവാം, എന്ത് വേണമെങ്കിലും. പക്ഷെ ഒരു ഗോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി അതിനു വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ വൈ നിങ്ങൾക്ക് ഡീമോട്ടിവേറ്റ് ആയി തോന്നുന്നുണ്ട് ഉള്ള ദിവസങ്ങളിൽ വേഗം നിങ്ങളുടെ ജേർണൽ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വൈന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയി എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമായി നമുക്ക് നമ്മുടെ ഗോൾസ് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കണേ, എനിക്ക് ആദ്യം ഭയങ്കര ഒരു ചമ്മലോ എംബാരസ്മെൻറ്റോ ഡൗട്ട്, ആൾക്കാരെന്ത് പറയും, അങ്ങനെയൊക്കെ വളരെ കുറേ റെസിസ്റ്റൻസസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്, എൻ്റെ മെസ്സേജ് ആൾക്കാർക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ഒരു ജോയാണ്. ഓക്കെ, ഈ പ്രോസസ്സ് ഞാൻ കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു നമ്മൾ ഡെയിലി ഇങ്ങനെ റീസൺസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളെ ആർക്കും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ കൂടിയായിരിക്കും. അതേസമയം പുറത്തുനിന്ന് നിങ്ങളെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും പിന്നെ നമുക്കൊരു ബാധകമേ ആവില്ല.
ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ ഗോൾസ് എന്താണ്, അതിലേക്ക് എന്താണ് നമ്മുടെ ആക്ഷൻ സ്റ്റെപ്സ് ഓരോ ദിവസവും എടുക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക ആൻഡ് ലിവ് എ വെരി വെരി ഫുൾഫിൽഡ് ലൈഫ്. താങ്ക് യു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. ഇത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വല്ല ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. ഇതുപോലത്തെ ടോപ്പിക്സ് ഇനിയും ചെയ്യാനുള്ള എൻകറേജ്മെൻ്റ് ആണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.